ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ അലീനയെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ സ്റ്റാൻലി തയ്യാറാണ് എന്ന് ഇന്ന് ബാലചന്ദ്രനോട് പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മുടെ അലീനയെ യാത്ര അയക്കാനുള്ള തത്രപ്പാടിലാണ് ബാലചന്ദ്രൻ. അങ്ങനെ വെറുതെ ഒന്നും വിട്ടാൽ പോരല്ലോ അലീനയെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് സ്റ്റാൻലിയുടെ അടുത്തേക്ക് വിടണം. ഇങ്ങനെ വെറും കൈയോടെ ഒന്നും വിട്ടാൽ പോരാ. നമ്മുടെ ബാലചന്ദ്രനും കുറേ കടപ്പാടുകളൊക്കെ ഉണ്ട് അലീനയോടൊപ്പം. അതൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നല്ലൊരു സെറ്റിലാകുന്ന രീതിയിൽ വേണം നമ്മുടെ അലീനയെ പറഞ്ഞയക്കാനായിട്ട്. അപ്പം നേരെ ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട് കേട്ടോ നാളെ. അങ്ങനെ ഗോവർദ്ധനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഗോവർദ്ധന, സ്റ്റാൻലി എന്നെ വിളിച്ചിരുന്നു. സ്റ്റാൻലിക്ക് അലീനയെ കൊണ്ടുപോകാൻ സമ്മതമാണ് എന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞപ്പം, അപ്പോൾ അലീന ഇവിടുന്ന് പോകുക എന്നുള്ളത് ഉറപ്പിച്ചോ ബാലേട്ടാന്ന് ഇങ്ങനെ ചോദിക്കുമ്പം ഉറപ്പിച്ചു. അവൾ ഇവിടുന്ന് പറഞ്ഞയക്കുക തന്നെ ചെയ്യണം. അല്ലാതെ അവളിവിടെ നിർത്തിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും എനിക്കില്ല. എനിക്ക് പ്രയോജനം ഉണ്ടെങ്കിലും അവൾക്ക് ഒരു പ്രയോജനവും ഇല്ലല്ലോ ഇവിടെ നിന്നതുകൊണ്ട്. അവളുടെ അമ്മ അവളെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുമില്ല. പിന്നെ എന്തിനാണ് ആ പെങ്കൊച്ചിനെ ഇവിടെ ഞാൻ പിടിച്ചു നിർത്തുന്നത്? അവൾ പോട്ടെ, അവളുടെ അച്ഛൻ്റെ അടുത്ത് പോട്ടെ. കണ്ടെടുത്തോളം മനസ്സിലായല്ലോ, അവൾ നല്ലൊരു കുടുംബത്തിൽ ജീവിക്കേണ്ട ഒരു പെണ്ണാണ്. അവിടെ പോയി അവൾ ജീവിക്കട്ടെ. ഇവിടെ നിന്ന് വെറുതെ ആട്ടും തുപ്പും, സ്വന്തം അമ്മയുടെ ആട്ടും തുപ്പും കേൾക്കേണ്ട ഒരാവശ്യമില്ലല്ലോ എന്ന് പറയുമ്പം, എന്നാൽ പിന്നെ ഒരു കാര്യം ബാലേട്ടൻ അങ്ങനെയാണെങ്കിലും ഓക്കെ, ബാലേട്ടന് കുഴപ്പമില്ലെങ്കിൽ ബാലേട്ടൻ അവളെ പറഞ്ഞയക്ക്, അവളെ നമുക്ക് കൊണ്ടുവിടാം എന്ന് പറയുമ്പം, കൊണ്ടങ്ങനെ പെട്ടെന്ന് വിടാൻ പറ്റില്ലല്ലോ ഗോവർദ്ധന. എനിക്ക് കുറച്ച് കടപ്പാടൊക്കെ ഇല്ലേ അവളോട്. എനിക്ക് അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അവൾ ഇത്രയും നാളും എൻ്റെ കൂടെ നിന്നില്ലേ? ഞാൻ പറയുന്നതെല്ലാം കേട്ടനുസരിച്ച് എന്നെ വേദനിപ്പിക്കാതെ അവൾ എൻ്റെ സന്തോഷവും എൻ്റെ മക്കളുടെ സന്തോഷവും ഒക്കെ കാണാൻ ആഗ്രഹിച്ച് ഈ കുടുംബത്തെ പൊന്നുപോലെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ തയ്യാറായവളല്ലേ അവൾ. അപ്പം അവളെ അങ്ങനെ എനിക്ക് വെറുതെ വിടാനായിട്ട് പറ്റുമോ എന്ന് പറയുമ്പോൾ, എന്താ ബാലേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പം, അവക്ക് വേണ്ടതെല്ലാം എനിക്ക് ചെയ്തു കൊടുക്കണം. അവൾക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം എനിക്ക് ചെയ്തു കൊടുക്കണം. വെറുതെ ഒരു വേലക്കാരി പെണ്ണായിട്ടാണ് അവളിവിടെ ജീവിച്ചത് എന്ന് സ്റ്റാൻലി ഒരിക്കലും പറയരുത്. അവളെ വിടുമ്പം അവൾ ഒഴിഞ്ഞ കഴുത്തോ ഒഴിഞ്ഞ കൈയോ കാതോ ഒന്നും ആയിട്ടല്ല, അവൾ ഈ ബാലചന്ദ്രൻ്റെ മകളായിട്ട് തന്നെ ഇവിടെ നിന്ന് പോകണം. അപ്പോൾ അതിന് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഗോവർദ്ധന. അപ്പോൾ അതൊക്കെ ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറയാം. ഏതായാലും ഞാൻ വിളിക്കുമ്പോൾ വരാൻ വേണ്ടി എപ്പോഴാണെങ്കിലും വെയിറ്റ് ചെയ്തിരുന്നോണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രനോട് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, അലീന പോകുന്നത് കൊണ്ട് ബാലേട്ടന് വിഷമമൊന്നും ഇല്ലേ ബാലേട്ടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, വിഷമം ഉണ്ടോന്നോ? അവൾ പോകുന്നതിന് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം അവൾ സത്യത്തിൽ ഇപ്പം എൻ്റെ രാജകുമാരി തന്നെയാണ്. അവളെ എൻ്റെ മറ്റ് 3 മക്കളെയും പോലെ തന്നെയാണ് ഞാൻ അവളെ ഇപ്പം നോക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഞാൻ ഞെരുങ്ങി അമർന്ന് കിടന്ന ഒരു സ്ഥലത്ത് നിന്ന് എനിക്കിപ്പം ഉയർത്തെഴുന്നേറ്റ് ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ ലോകം കാണിച്ചു തന്നവൾ അവൾ. അപ്പം അതുകൊണ്ട് തന്നെ അവളോടുള്ള കടപ്പാട് എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റില്ല ഗോവർദ്ധന. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, എൻ്റെ മക്കൾ ഇപ്പം രോഹിത്ത് ഇവിടെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദി അല്ലെങ്കിൽ അതിനൊക്കെ കാരണക്കാരി അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് നേടിത്തന്നത് അവൾ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കൽ പെട്ടെന്ന് അങ്ങനെ അവളെ കൈവിടാനായിട്ട് പറ്റില്ല. അപ്പോൾ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ അവളെ അന്തസ്സും അഭിമാനത്തോടും കൂടി, അവളെ ഒരാൾ ബാലചന്ദ്രൻ്റെ വീട്ടിലെ വേലക്കാരി ആയിരുന്നു എന്ന് പറയരുത്. ബാലചന്ദ്രൻ പൊന്നുപോലെ ആയിരുന്നു അവളെ നോക്കിയിരുന്നത് എന്ന് അവൾ അറിയണം. അവളെ കൊണ്ടുപോകുന്നവരറിയണം ഗോവർദ്ധന. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. താൻ എൻ്റെ കൂടെ വേണമെന്ന് പറയുമ്പോൾ, ബാലേട്ടൻ എന്തു പറഞ്ഞാലും ഞാൻ ബാലേട്ടൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. ബാലേട്ടൻ എന്തു പറഞ്ഞാലും ഞാൻ ബാലേട്ടൻ്റെ കൂടെ വരും. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറയുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ബാലചന്ദ്രനോട് അലീന വന്നിട്ട്, അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയുമ്പോൾ, നിൻ്റെ സ്ഥലം ഇതുവരെ തീരാറായില്ല, ഇനിയും നിനക്ക് എവിടെ പോകാനാടി മോളെന്ന് ചോദിക്കുമ്പം, എനിക്ക് പോകാനുള്ളത് വേറെ എങ്ങോട്ടേക്കുമല്ല, എനിക്ക് പോകാനുള്ളത് കൈതക്കിലേക്കാണെന്ന് പറയുമ്പോൾ, കൈതക്കിലേക്കോ? എല്ലാവരോടും ഒന്ന് യാത്രയൊക്കെ ചോദിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം ഇത് ഞാൻ കൂടുതൽ പറയാത്തത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ അത് വന്നിട്ടില്ല കേട്ടോ. അപ്പം നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ടേ ഇനി വരത്തുള്ളൂ, എപ്പിസോഡിൽ കാണിക്കത്തുള്ളേ. അങ്ങനെ നമ്മുടെ കൈതക്കലിൽ ചെല്ലുന്നത്, കൈതക്കൽ ചെന്ന് കഴിയുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വൻ പ്രക്ഷോഭം നടക്കാൻ പോകുന്നത്. ഈ വൈജക് തല ഉയർത്തിപ്പിടിച്ച് അലീനയുടെ മുമ്പിൽ നിന്ന് പല വാക്കുകളും, മനസ്സിൽ കുത്തി വേദനിപ്പിക്കുന്ന പല വാക്കുകളും പറയുന്നുണ്ടല്ലോ. അപ്പം
അതിന് ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് അലീന അങ്ങോട്ടേക്ക് ഒരു കത്തി കുത്തി ഇറക്കാൻ പോവാണ്. കുത്തി ഇറക്കി തകർക്കാൻ പോവാണ് നമ്മുടെ വൈജയെ. അതിനുവേണ്ടിയുള്ള അമ്പും ശേഖരിച്ചുകൊണ്ടാണ് നമ്മുടെ അലീന നേരെ പോകാൻ പോകുന്നത് കൈതയ്ക്കൽ തറവാട്ടിലേക്ക്. ഇപ്പം ആദ്യം നമ്മുടെ ബാലചന്ദ്രൻ ഓക്കെ മോളെ പോണോ, ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ വരേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അവിടെ പോകുന്നതിന് ഇപ്പം എന്താ അച്ഛാ, ഞാൻ തന്നെ പൊക്കോളാം, അച്ഛൻ വരുമൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ അലീന തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. അലീന തന്നെ പോയി കണ്ടോളാം. മാത്രമല്ല രേവതിക്കുട്ടീനെ ഒന്ന് രേവതിക്കുട്ടിയല്ല സോറി ശരണേനെ ഒന്ന് കാണണം, ശരണേനെ കണ്ട് സംസാരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോക്കാരൻ ഷാജിയില്ലേ, അപ്പം ഷാജീനെ ഒന്ന് കാണണം, ഷാജിയേട്ടനെ ഒന്ന് കണ്ട് സംസാരിക്കണം. അപ്പം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എനിക്ക് പോകാനുണ്ട്. അപ്പം ഞാൻ തന്നെ പൊക്കോളാം, അതിനിപ്പം അച്ഛൻ്റെയോ ആരുടെയോ ഒന്നും ഒരു ആവശ്യമില്ല, ഞാൻ തന്നെ പൊക്കോളാം. അലീനയ്ക്ക് അതിനുള്ള കെൽപ്പും ധൈര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അലീന പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ മോള് പോവാണേ പൊക്കോ. നമ്മുടെ അലീനയെ നന്നായിട്ട് ബാലചന്ദ്രനെ അറിയാം, സുരക്ഷിതമായിട്ട് പോകാനും തന്നെ സുരക്ഷിതമായി സൂക്ഷിക്കാനുമുള്ള കഴിവ് നമ്മുടെ അലീനയ്ക്ക് ഉണ്ടല്ലോ. അങ്ങനെയാണോ കൈതയ്ക്കിലേക്ക് ചെല്ലുന്നത്. കൈതയ്ക്കിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും മനുവായിട്ടുള്ള സംഭാഷണമൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനത് വീണ്ടും എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് ബോർ തോന്നൂല, ബോറാകും. അപ്പം അതുകൊണ്ട് ഞാനതെടുത്ത് പറയുന്നില്ല. അങ്ങനെ നേരെ കൈതയ്ക്കിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും വൈജോട് സംസാരിക്കുന്നു. വൈജോട് ഇങ്ങനെ ഞാൻ പോകുകയാണ്, യാത്ര പറയാൻ വേണ്ടിയാണ് വന്നതെന്ന് ചോദിച്ചപ്പം ഇത് ഞാൻ കുറേ കേട്ടതാ, നീ യാത്ര പറഞ്ഞ് പോകുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ കേട്ടതാണല്ലോ, എന്തിനാ വെറുതെ നീ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്, നീ യാത്ര പറയാൻ തന്നെ വരുന്നതാണോ അതോ ഇനി വേറെ ആരെങ്കിലും കാണാനുള്ള ഉദ്ദേശമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് ആരെയും കാണാനുള്ള ഉദ്ദേശമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞ് അലീന താന്ന് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നീ മറ്റവളാണ് മറിച്ചവളാണ്, നീ പഴച്ച് പ്രസവിച്ചവളാണ്, നീ പഴച്ചൊരു സ്ത്രീക്ക് ഉണ്ടായവളാണ്, നാണമില്ലേടി നിനക്ക് അന്തസ്സുണ്ടോടി നിനക്ക് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അങ്ങോട്ട് മെക്കിട്ട് കയറുന്നത്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന കുറേ അങ്ങ് സഹിച്ചു കേട്ട് നിന്നിട്ടാണ് അലീന പറയുന്നത്, നിങ്ങൾക്കിതൊക്കെ പറയാനുള്ള എന്ത് അർഹതയാണുള്ളത് സ്ത്രീയെ, നിങ്ങൾക്കിതൊക്കെ പറയാനുള്ള അർഹത എന്താ സ്ത്രീ നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കിതൊന്നും പറയാനുള്ള യാതൊരു അർഹതയുമില്ല. നിങ്ങൾ പിഴച്ചു പറ്റവളാണോ, പിഴച്ച് പ്രസവിച്ചവളാണോ, അതുപോലെ തന്നെ നിങ്ങൾ അനാഥ കുഞ്ഞുങ്ങളെ പറയുന്നു, നിങ്ങൾക്കിതിന് എന്ത് അർഹതയുള്ളത്. 10-23 വർഷം മുമ്പ് ആഗ്രയിൽ വെച്ച് നടന്ന സംഭവം എന്താണെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം ആഗ്രയിൽ എന്താണ് 10-23 വർഷം മുമ്പ് നടന്നത് എന്ന്. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഉപേക്ഷിച്ചിട്ട് പോയ അത്രവും ഗതികേടൊന്നും വേറെ ആർക്കും ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ടതുമാണ് നിന്നങ്ങോട്ട് ഉരുകി വെട്ടി വേർക്കുന്നത് നമ്മുടെ വൈജ. ഇതൊക്കെ എങ്ങനെ അലീന അറിഞ്ഞു എന്നറിയില്ല. അങ്ങനെ 10-23 വർഷം മുമ്പ് ഉപേക്ഷിച്ച ഒരു മകളില്ലേ, ആ മകളാണ് ഈ നിൽക്കുന്ന അലീന എന്നിങ്ങനെ പറഞ്ഞതും വീണ്ടും അങ്ങോട്ട് വെട്ടി വേർത്തിട്ട് ആ മകളെ പ്രായം എനിക്കുണ്ടല്ലോ, അന്ന് ഉപേക്ഷിച്ചിട്ട് പോയൊരു മകളുടെ പ്രായം എനിക്കുണ്ടല്ലോ, ആ മകളായിട്ട് എന്നെ കണ്ടുകൂടെ, ഞാൻ നിങ്ങളെ അമ്മയായിട്ടാണ് കണ്ടത്, എൻ്റെ അമ്മയാണ് നിങ്ങൾ, ഇപ്പോഴും നിങ്ങൾ എന്നെ വെറുക്കുന്നും അവഗണിക്കുന്നും ഒക്കെയുണ്ട്, പക്ഷെ നിങ്ങളുടെ അമ്മയാ ഞാൻ, നിങ്ങളുടെ മോളാ ഞാൻ, നിങ്ങളുടെ സ്വന്തം മോളാ ഞാൻ എന്ന് നിങ്ങൾക്ക് കരുതിക്കൂടെ. നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് കരുതിയിരുന്നെങ്കിൽ, നിങ്ങൾക്ക് അന്ന് ഉപേക്ഷിച്ച് പോയൊരു മകളുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് എറിഞ്ഞിട്ട് പോയൊരു മകളുണ്ടല്ലോ, അങ്ങനെ ഒരു മകളാണ് കയറി വന്നിരുന്നത് എങ്കിൽ, അങ്ങനെ ഒരു മകളാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പം നിന്നിരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാനേ? അതിന് നിങ്ങൾ തള്ളിക്കളയുവോ? അതിന് നിങ്ങൾ വീട്ടിലെ വേലക്കാരിയാകുമോ? പറഞ്ഞു വിടുവോ? ഒന്നും ചെയ്യില്ലല്ലോ എന്നൊക്കെ. ഇതൊക്കെ കേട്ടതും വൈജയുടെ വൈജയ്ക്കങ്ങ് തുടങ്ങി, വൈജയ്ക്ക് നിന്ന് ഉരുകാൻ തുടങ്ങി കേട്ടോ. എന്താടി നീ, ആരോടാണ് ഈ സംസാരിക്കുന്നത്, നിന്നോട് ആരാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്? ഓഹോ, അപ്പം നീ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണല്ലോ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ബ്ലാക്ക് മെയിൽ ചെയ്യാനാണെങ്കിൽ ഈ അലീനയ്ക്ക് ഒരുപാടുണ്ട് മേഡം. ഈ അലീനയ്ക്ക് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒന്നും നേടാനില്ല കേട്ടോ മേഡം. ഞാൻ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നേടുന്ന ആളുമല്ല. ഞാൻ പോവുകയാണ്, ഞാൻ പോകുന്ന കാര്യം പറയാൻ വേണ്ടി വന്നപ്പം മേഡം എന്നോട് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മേഡത്തിൻ്റെ കുറേ ആട്ടും തുപ്പും കേട്ടും കിടന്നതല്ലേ, മേഡത്തിൻ്റെ ഭർത്താവിനെ കൂട്ടി, ഞാൻ എൻ്റെ അച്ഛനെ പോലെ കാണുന്ന ആ മനുഷ്യനെ കൂട്ടി മേഡം പറഞ്ഞതല്ലേ. അപ്പം ഇത്രമെങ്കിലും പറഞ്ഞില്ലെങ്കിലേ ഞാൻ തിന്ന ചോറൊന്നും ദഹിക്കത്തില്ല മേഡം. ഞാനേ അങ്ങ് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് കഴിച്ചല്ലോ, ആ ചോറൊക്കെ ദഹിക്കണ്ടേ, അതിന് ഞാൻ ഇത്രമെങ്കിലും പറയണം മേഡം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അലീന അവിടെ നിന്ന് ഇറങ്ങുന്നത്. നല്ല തകർപ്പൻ ഡയലോഗ് കുത്തി ഇറങ്ങിയിട്ട് തന്നെയാണ് അലീന അവിടെ നിന്ന് പോകുന്നത്. വെട്ടി വേർക്കുക എന്നുള്ളതല്ലാതെ വൈജയ്ക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ആ ഒരു ലെവലിലായിപ്പോയി നമ്മുടെ വൈജ. എന്ത് ചെയ്യാനാണെന്ന് പറ. ഏതായാലും അടിപൊളി എപ്പിസോഡാണ് കേട്ടോ, മിസ് ചെയ്ത് കളയരുതേ. നമ്മുടെ അലീന അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ രേവതിക്കുട്ടീനെ കാണാനാണ് നേരെ അലീന പോകുന്നത്. അങ്ങനെ അലീന മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന മനുവിനും എല്ലാവർക്കും നമ്മുടെ അലീന ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൊടുക്കാനായിട്ടൊരു ഗിഫ്റ്റ് ഉണ്ട്.
ഈ പറയുന്ന വൈജയ്ക്ക് കൊടുക്കാനും ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. ആ ഗിഫ്റ്റും ഒരു ഒന്നൊന്നര ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാത്തിരുന്ന് കാണും കേട്ടോ. പിന്നെ മുത്തശ്ശിയോട് കാണുന്നു, മുത്തശ്ശീനെ കണ്ട് മുത്തശ്ശിയോട് അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ പിന്നെ ശരണ്യനെ കാണാൻ പോകുന്നു. ശരണ്യനെ കാണാൻ ചെന്നിട്ട് ശരണ്യ നമ്മുടെ അലീന വന്ന ഉടനെ അയ്യോ അലീന ചേച്ചി വന്നേന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അലീന ചേച്ചി എന്തിനാ പറയാതെ വന്ന്, പറഞ്ഞിട്ട് വരത്തില്ലായിരുന്നു അലീന ചേച്ചി. എന്നിട്ട് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എന്നോട് സംസാരിക്കാതെയല്ലേ ലാസ്റ്റ് ഫോൺ വെച്ചത്, അമ്മയോട് സംസാരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് പരാതിയും പരിഭവം ഒക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നു പരാതിപ്പെട്ടി, നിന്റെ പരാതി ഇതുവരെ തീരാറായില്ലേ? അതെ, അലീന ചേച്ചി വിളിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം വന്നേ. അലീന ചേച്ചി ഇങ്ങ് വന്നേ, എനിക്ക് ഒത്തിരി കാര്യം അലീന ചേച്ചിയോട് പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നപ്പോഴത്തേക്ക് എടി ആ പെങ്കൊച്ച വന്ന് കയറിയതല്ലേ ഉള്ളൂ, അവൾക്ക് വല്ല ചായയോ എന്തെങ്കിലും ഇട്ട് ഞാൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പം ആദ്യം റൂമിലേക്ക് കൊണ്ടുവന്നാൽ മതി, എനിക്ക് അലീന ചേച്ചിയോട് ഒരുപാട് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അലീനയെ വലിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് പോവുകയാണ് നമ്മുടെ ശരണ്യ. അങ്ങനെ അലീനയെ വലിച്ചുകൊണ്ട് റൂമിലേക്ക് ചെന്നിട്ട് ഓരോ കഥകളും കാര്യങ്ങളും ഒക്കെ എണ്ണി പിറക്കി പറയുന്നു. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റൊക്കെ അലീന മേടിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. മാത്രമല്ല അലീന ചേച്ചി ഇവിടുന്ന് പോകുകയെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരണ്യ എന്താ ചേച്ചി പോകുന്നത്, ചേച്ചി പോയാൽ പിന്നെ എന്ത് ചെയ്യും, ചേച്ചിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും, എനിക്ക് ചേച്ചിനെ കാണാൻ പറ്റും, എന്തിനാണ് ചേച്ചി പോകുന്നത്, ചേച്ചി ഒരു കാര്യം ചെയ്യും, അലീന ചേച്ചി ഈ വീട്ടിൽ നിന്നോ, അലീന ചേച്ചി ഇവിടെ നിൽക്കുക, ഞാൻ അലീന ചേച്ചിയെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ മോളെ നീ പറയുന്നത്, അതൊന്നും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ലല്ലോ. നമുക്ക് ഞാൻ പോകുന്നത് അങ്ങ് ഇട്ടെറിഞ്ഞിട്ട് പോകുന്നൊന്നും അല്ലല്ലോ, ഉണ്ടല്ലോ നിൻ്റെ കൂടെ ഞാൻ ഉണ്ട്, ഒരിക്കലും ഞാൻ ഇല്ലാതില്ലല്ലോ, നിൻ്റെ കൂടെ ഉണ്ട്. നീ മര്യാദയ്ക്ക് എന്താ പറയുക പഠിക്കിപ്പം, നീ പഠിക്കണം, ഞാൻ നിന്നെ പഠിച്ച് ഡോക്ടറാക്കാന്ന് പറഞ്ഞിട്ടില്ലേ, എൻ്റെ അഭിമാനമല്ലേ നീ പഠിച്ച് ഡോക്ടർ ആവണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ പഠിച്ച് ഡോക്ടറൊക്കെ ആയിക്കോളാം, എന്നാലും എനിക്ക് അലീന ചേച്ചിനെ കാണാൻ പറ്റത്തില്ലല്ലോ, അലീന ചേച്ചി എവിടെയാണ് പോകുന്നതെന്നൊക്കെ ഞാൻ പറയാം. ഏതായാലും എന്നെ അവിടുത്തെ അച്ഛനല്ലേ വിടുന്നത്, മാത്രമല്ല എനിക്ക് ജോലി ചെയ്യണ്ടേ, ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ, ജോലി ചെയ്താലല്ലേ നിന്നെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ എനിക്ക്, അപ്പം പോകണ്ടേ ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ശരണ്യനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ ചോദിക്കുന്നുണ്ട് ശരണ്യയുടെ അമ്മ, മോൾ എവിടെയാണ് പോകുന്നത്, ജോലി എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പം അവിടുത്തെ അച്ഛനാണ് എനിക്ക് ജോലി ശരിയാക്കി തന്നിരിക്കുന്നത്, നല്ല ജോലി തന്നെ ആയിരിക്കും, ഒരു വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്, അവിടെ സേഫ് ആയതുകൊണ്ടാണല്ലോ അവിടെ എനിക്ക് ജോലി എൻ്റെ അച്ഛൻ മേടിച്ച് തന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ കുറച്ച് നേരം നിന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അലീന തിരിച്ചു പോരുന്നത്. അതിനിടയിൽ നമ്മുടെ ഷാജീനെ കാണുന്നുണ്ട്. ഷാജീനെ കണ്ടിട്ട് ഞാനിങ്ങനെ പോവുകയാണ് ഷാജി ഏട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഷാജിയും നീ ഏതായാലും പോ, നിനക്ക് നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ, നീ പോ, ഇടയ്ക്കിടയ്ക്ക് വരണം, ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം എന്നൊക്കെ പറയുന്നു. അതുപോലെ നമ്മുടെ ഷാജിയുടെ പെങ്ങളെയും അമ്മേനെയൊക്കെ കാണാനായിട്ട് അലീന പോകുന്നുണ്ട് കേട്ടോ. അവരെയും കണ്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ആരെയും നമ്മുടെ അലീന വില കുറച്ച് കാണുന്നില്ല. അലീനയുടെ ജീവിതത്തിൽ വന്നവരെയൊക്കെ അലീന ചേർത്ത് പിടിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുപോലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അലീന മുന്നോട്ടേക്ക് പോവുകയാണ്. ഏതായാലും വൈജയുടെ കുരു ഇച്ചിരി പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ വൈജ സംഭവങ്ങളൊക്കെ അറിഞ്ഞു, അലീന സംഭവങ്ങളൊക്കെ അറിഞ്ഞു എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ബാലചന്ദ്രൻ ഇതൊക്കെ അറിഞ്ഞ് കാണുമോ എന്നൊരു ചെറിയ പേടിയും നമ്മുടെ വൈജയ്ക്ക് കാണുമല്ലോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. കിടിലൻ വിശേഷങ്ങളാണ് ഓരോ ദിവസവും വരാൻ പോകുന്നത്. നാളെ രാവിലെ തന്നെ നാളത്തെ വിശേഷവുമായിട്ട് കാണാം കേട്ടോ. അതുപോലെ നമ്മൾ വൈകിട്ട് പ്രമവിശേഷം ചെയ്യുന്നുണ്ട്. അപ്കമിങ് വിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് ഞാൻ അപ്കമിങ് വിശേഷം ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ നേരെ പോസ്റ്റിൽ പോയി നോക്കിയാൽ മതി. ഈ ചാനലിൻ്റെ പോസ്റ്റിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൂടെ പോയി നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.